കൂട്ടിനൊരു പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ പ്രേക്ഷകരെ കാത്ത് ഇന്നത്തെ അതിഥി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, കുറേ നല്ല പാട്ടുകളൊക്കെ പാടിത്തരാനായി. അപ്പോൾ അതിഥിയെ പരിചയപ്പെടാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. DD മലയാളത്തിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് പേജസ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻസിൽ അറിയിക്കുക. ഇന്നത്തെ അതിഥിയോട് സംസാരിക്കാനായിട്ട് സ്ക്രീനിൽ താഴെ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, 8301057802. ആ നമ്പറിലേക്ക് അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ അതിഥി സംഗീതത്തിൽ ബിരുദവും ഇപ്പോൾ ട്രിവാൻഡ്രം വഴുതക്കാട് വിമൻസ് കോളേജിൽ നിന്നും MA മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കലാകാരിയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗായത്രി സുരേന്ദ്രൻ. സ്വാഗതം. രജിക്കും സ്വാഗതം. ഗായത്രി പത്തനംതിട്ടയാണല്ലേ? വീട് എവിടെയാണ് പത്തനംതിട്ടയിൽ? ഓമല്ലൂർ എന്ന് പറയും. ഓമല്ലൂർ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ടോട് കൂടി ആരംഭിക്കാം. ഏത് സോങ്ങാണ് പാടുന്നത്? തൊണ്ടി മുതലും സാക്ഷി എന്ന് പറയുന്ന സിനിമയിലെ ആയില്യം കാവ് എന്ന് പറഞ്ഞിട്ട് പാടാം. ആയില്യം കാവും മലയും മതിരാണിപ്പുഴയുടെ കടവും എവിടെ പോയിതടി പെണ്ണെ, എങ്ങനെ പോയിതടി? ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. അന്ത്യാളൻ കുന്നിനു താഴെ അരയാലിലെ കുരുവികളെവിടെ? ധനുമാസക്കാറ്റിൻ കയ്യിൽ കുളിരെവിടെ, കുളിരെവിടെ? ഞാനവിടെ കൊയ്യാൻ പോയി, കതിർകറ്റമെതിക്കാൻ പോയി, നടുവൊന്നു നിവർത്തണ നേരം കാണാതായല്ലോ, അവന്നെ കാണാതായല്ലോ. താനേ തന്താനോ അവൊന്നെ താനേ തനതിന്നോ, താനേ തന്താനേ പൊന്നെ തനതിന്താനോ, താനേ തന്താനോ അവൊന്നെ താനേ തനതിന്നോ, താനേ തന്താനേ പൊന്നെ തനതിന്താനോ. അരയോളം വെള്ളം നിറയും ചെറുതോട്ടിലെ പരൽമീനെവിടെ? കുടനീർത്തണ മാറിക്കാറും കൊടിമിന്നൽ താലിയുമെവിടെ? ഞാനൊന്നു കുളിക്കാൻ പോയി, കുറുമുണ്ടു നനയ്ക്കാൻ പോയി, മുടി കോതിക്കേറും നേരം കാണാതായല്ലോ, അവന്നെ കാണാതായല്ലോ. ആയില്യം കാവും മലയും മതിരാണിപ്പുഴയുടെ കടവും എവിടെ പോയിതടി പെണ്ണെ, എങ്ങനെ പോയിതടി? ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. ഒരു പ്രത്യേക വോയിസ് ടെക്സ്ചറാണ് കേട്ടോ. രസമായിട്ട് തന്നെ പാടി. അധികം ആരും പാടാത്ത ഒരു പാട്ടാണ് ഇവിടെ. എന്തായാലും എനിക്കൊന്ന് ഈ പാട്ടിൽ ഒരു കവർ ചെയ്തിട്ടുണ്ടല്ലേ യൂട്യൂബ് ചാനലിൽ. എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം? ഇതിലൊരു ഫോക്ക് ടച്ച് വരുന്നത്, എനിക്ക് ഫോക്ക് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫോക്ക് ടച്ച് വരുന്നതുകൊണ്ടാണ്. പിന്നെ സിത്താര ചേച്ചി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ്, അപ്പോൾ അങ്ങനെ എടുത്തേ. ഓക്കെ. ഫോക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അടുത്തത് ഏത് പാട്ടാണ്? അടുത്തത് ജാനകി അമ്മയുടെ പുലയനാർ മണിയമ്മ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. എനിക്ക് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സോങ് ആണല്ലേ? പാടാം. സി ഷാർപ്പ്. അരളികൾ പൂക്കുന്ന കരളിലപ്പോൾ നിന്ന് വനവേട ചെറുക്കൻ്റെ മനം തുടിക്കും. അരളികൾ പൂക്കുന്ന കരളിലപ്പോൾ നിന്ന് വനവേ
താങ്ക് യു. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. ആരാണ് നോക്കാം. നമസ്കാരം, കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈറോഡിൽ നിന്നും മുത്തുചേട്ടനാണ്, നമ്മുടെ സ്ഥിരം കോളറാണ് കേട്ടോ. ചേട്ടാ സുഖമായിരിക്കുന്നോ? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഗായത്രി ഉണ്ട്, സംസാരിക്കാട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓ, ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. മോൾ നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിക്കാട്ടോ. ഞാൻ ചോദിക്കുന്ന പാട്ട് കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ, ആ പാട്ട് വേണം പറ്റുമോ? ചേട്ടാ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ആ പാട്ട് അറിയാമോ? ആ പാട്ട് എനിക്ക് ലിറിക്സ് കറക്റ്റ് അല്ല, ഞാൻ വേറൊരു പാട്ട് പാടിത്തരാം. മറ്റൊരു പാട്ട് പാടിത്തരട്ടെ? ഹലോ ഹലോ. ആ ചേട്ടാ, ടി വിയിൽ ശ്രദ്ധിക്കണ്ട. ഈ പാട്ടൊരു സംശയമുണ്ട്, മറ്റൊരു പാട്ട് പാടിത്തരട്ടെ? വേറൊരു പാട്ട്, ഹിന്ദി പാട്ട് ചോദിക്കട്ടെ? ഹിന്ദി. ആ പറഞ്ഞോളൂ. ഏത് സോങ് ആണ്? കബി കബി മേരെ ദിൽ മേ, ആ പാട്ട് അറിയോ? പാട്ട് ലിറിക്സ് സംശയമുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് തന്നെ ചേട്ടന് പാടിത്തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ചേട്ടന് ഒരു നല്ലൊരു പാട്ട് പാടിക്കൊടുക്കാം. ഏത് സോങ്? ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടിക്കൊടുക്കാം. ഓക്കെ, ഏത് പാട്ടാണ്? ഇന്നലെ മയങ്ങുമ്പോൾ. ഇന്നലെ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമലെ നീ എൻ്റെ അരികിൽ വന്നു. ഓമലെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഓക്കെ ഗായത്രി, അപ്പം നമുക്കൊരു ഫസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, കുട്ടീൻ്റെ ഒരു പാട്ടിൽ ചെറിയൊരു ഇടവേള. അഗ്രപൂജിതം ശ്രീഗുരുഗുഹാഗ്രജം അഗ്രപൂജിതം. കൂട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് തിരിച്ചു വരാം. ഇന്ന് നമ്മുടെ കൂടെ ഗായത്രി സുരേന്ദ്രൻ ആണുള്ളത്. അപ്പോൾ ഗായത്രി, പാട്ട് പഠിച്ചു തുടങ്ങിയൊക്കെ എപ്പോഴാണ്? ഒരു 4ാമത്തെ ക്ലാസ് മുതൽ. ഓക്കെ, എവിടെയാണ് പഠിച്ചത്? പട്ടാഴി ത്യാഗരാജൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിക് എടുക്കാൻ അത് എന്നെ എടുക്കണം എന്ന് തന്നെ ആയിരുന്നോ ആഗ്രഹം? ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ സമയത്ത് മ്യൂസിക് എടുക്കണമെന്നായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് മ്യൂസിക് എടുത്താൽ ജോലി കിട്ടുമോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതാവുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ സുവോളജി എടുത്തിട്ടാണ് പിന്നാണ് ഈ മ്യൂസിക് എടുത്തത്. സുവോളജിയാണ് ആദ്യം പഠിച്ചത്. ഓക്കെ, അതെവിടെയായിരുന്നു പഠിച്ചത്? അത് NSS കോളേജ് പന്തളം. പന്തളത്തന്നെ. ഓക്കെ, അത് കഴിഞ്ഞാണ് മ്യൂസിക്കിലേക്ക് വന്നത്. സ്വാതി തിരുനാളിലാണ് അല്ലേ? BPA ആയിരുന്നു ചെയ്തത്. ഇപ്പോൾ വിമൻസിൽ ചെയ്യുന്നു. എങ്ങനെ പോകുന്നു സംഗീത പഠനമൊക്കെ? നന്നായി പോകുന്നു. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം, കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. കുഞ്ഞുമോൻ ജോസഫ്, ആലപ്പുഴയിൽ നിന്നും അല്ലേ? ഹലോ. ഹലോ. ഹലോ ചേട്ടാ, സുഖായിരിക്കണോ? സുഖായിരിക്കുന്നു.
ഓക്കെ, സംസാരിക്കാട്ടോ ഗായത്രിയോട്. അതെ അതെ, ആലപ്പുഴയാണെങ്കിലും ഞാൻ കളർകോടുമാണ് ഞാൻ എന്റെ താമസമൊക്കെ. ഓക്കെ ചേട്ടാ, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നന്നായിട്ട് പാടുന്നുണ്ട് ഗായത്രി, കേട്ടോ ഗായത്രി. താങ്ക് യു ചേട്ടാ. ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിക്കാം. ചോദിക്കാം. ഞാന് മകരവിളക്കൊക്കെ അല്ലായിരുന്നോ, അപ്പൊ അയ്യപ്പന്റെ ഒരു ഗാനം ആലപിക്കണമെന്ന് പല പ്രാവശ്യവും ഞാൻ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കാണ്. പക്ഷെ കോള് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം സ്വാമി സംഗീതമാലപിക്കും താപസഗായകങ്ങൾ ഞാൻ ജപമാലയിൽ എന്റെ കൈകളിൽ മന്ത്രി മീട്ടും തമ്പുരുവല്ലോ സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നല്ലൊരു അയ്യപ്പ ഭക്തി ഗാനം തന്നെ പാടിത്തരാം ചേട്ടാ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഏതെങ്കിലും ഒരു ഭക്തി ഗാനം പാടാവോ? ഏത് സോങ് ആണ്? ജി ആണ്, കാനനവാസ എന്നുള്ളൊരു പാടാം. ജി. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽ തളിരിട കൈ തൊഴുന്നേൻ നിൻ, കാൽ തളിരിട കൈ തൊഴുന്നേൻ നിൻ, കേശാദിപാദം തൊഴുന്നേൻ, കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. കർണാട്ടിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു കർണാട്ടിക് ഏതെങ്കിലും ഒരു വർണ്ണമോ കീർത്തനോ ഏതെങ്കിലും ഒന്ന് പാടാവാ? ഏതാണ്? ഗംഭീരനാട്ടിലുള്ളൊരു വർണ്ണം പാടാം. വർണ്ണമാണ്. ഓക്കെ, പാടാം. ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി അമ്മ, ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി വിമ്മനിനു നമ്മി ബാലമുരളി ഗാനം ഭുജേസി ധന്യുടനൈദിനി, വിമ്മനിനു നമ്മി ബാലമുരളി ഗാനം ഭുജേസി ധന്യുടനൈദിനി, നിന്നി സക മഗമ പമ പ നി സ സ സ നി പ നി 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 പ മ പ പ പ മ ഗ മ മ മ ഗ സ സ സ നി പ നി നി പ മ പ പ മ ഗ മ മ ഗ സ സ നി പ മ പ മ ഗ മ ഗ സ മ ആനന്ദദായിനി. ബാലമുരളി കൃഷ്ണ സാറിൻ്റെ ഒരു കോമ്പസിഷൻ ആണല്ലേ? എന്നാലും നന്നായിട്ട് തന്നെ പാടി. റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഈ പങ്കെടുത്തിരുന്ന സമയത്തൊക്കെ ആരൊക്കെയായിരുന്നു ജഡ്ജസ് ഒക്കെ? ഹരിഹരൻ സാറും അതുപോലെ വിജയസുധാ സാറ്, ഉണ്ണിമേനോൻ സാറ്, പിന്നെ മഞ്ജരി ചേച്ചി. അവരുടെ കൂടെയൊക്കെ എന്തെങ്കിലും പാടാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ട്, പറ്റിയിട്ടുണ്ട്. ഹരിഹരൻ സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് പറയാവോ? ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. നമ്മുടെ ത്രോ ഇങ്ങനെ വോയിസിൽ കൊടുക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പൊട്ടും പൊടിയും പറഞ്ഞു തരും. നമുക്ക് എന്ത് ഇപ്പോൾ പാടി വരുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന മിസ്റ്റേക്സ് വരെ അത് പറഞ്ഞൊന്ന് മാറ്റി കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പുള്ളി പാടുന്ന ഒരു ഇങ്ങനെ ഒഴുകാണ്. എന്തായാലും നമുക്കൊരു കോൾ ഉണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം, കുട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് സ്വാഗതം. ഇന്ദിര ചേച്ചി നെയ്യാറ്റിങ്കരയിൽ നിന്നും. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോ റേഡിയോ ടി വി ഇട്ടപ്പോഴാണ് കാണുന്നത്. അപ്പോ
എവിടെയുള്ള സ്ഥലം? ആ, എന്റെ സ്ഥലം ഗായത്രി പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിന്നാണ്. ആ അതെ. ശരി ശരി. എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു. ആശീർവാദം എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ, അതിലെ ശ്രീമന്തരേഖയിൽ ചന്ദൻ കാർത്തി. രണ്ടുപേര് പാടാം. സീമന്തരേഖയിൽ. രണ്ടുപേര്. ഓക്കെ, ശരി ശരി. ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടാന്ന് തോന്നുന്നല്ലേ? എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. താങ്ക് യു ചേച്ചി. പാടാം. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിഷേധിനി, സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിഷേധിനി. റിയാലിറ്റി ഷോസിൽ എനിക്കൊന്ന് പല പല റൗണ്ട്സ് ഉണ്ടാവുമല്ലോ, ഈ തമിഴ്, ഹിന്ദി, അതിലൊക്കെ പാടാറുണ്ടായിരുന്നോ? അങ്ങനെ കുറേ വെറൈറ്റി സോങ്സ് പാടാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു തമിഴ് സോങ് ആയല്ലോ അടുത്തത്. ഏത് പാട്ടാണ്? ഒരു സനം തൂങ്ങിടിച്ചെന്ന് പറഞ്ഞു. ഒരു സനം. ഓക്കെ, ജിയാണ്. ഒരു സനം തൂങ്ങിടിച്ച് ഊത കാത്തു അടിച്ചിരിച്ച് പാവി മനം തൂങ്കലേ அதுவு ஏனோ புரியலையே. ஒரு சனம் தூங்கிடுச்சு ஊத காத்து அடிச்சிருச்சு பாவி மனம் தூங்கலையே அதுவு ஏனோ புரியலையே. குயிலு கருங்குயிலு மாம மனக்குயிலு கோலம் போடும் பாட்டாலே, மயிலு இளம் மயில் மாம கவி குயிலு ராகம் பாடும் கேட்டாலே, சேதி சொல்லும் பாட்டாலே. உன்னை எண்ணினானே உள்ளம் வாடி போனே, கன்னி பொண்ணு நானே ஏ மாமனே, ஏ மாமனே. ஒத்தையில அத்த மக ஒன்ன நினைச்சு ரசிச்ச மக, கண்ணு ரெண்டும் மூடலை காலம் நேரம் கூடலை. ஒரு சனம் தூங்கிடுச்சு ஊத காத்து அடிச்சிருச்சு பாவி மனம் தூங்கலை அதுவு ஏனோ ഗായത്രി, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, കൂട്ടിൻ്റെ ഒരു പാട്ടിൽ ചെറിയൊരു ബ്രേക്ക്. നവഭാരതം മുന്നോട്ട്, വികസന ചിറകിലേറി ഇന്ത്യ കുതിക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ് അമൃത ഭാരതം. സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗത്തെ മാറ്റലുകൾ പ്രേക്ഷകരിലേക്ക്. സമസ്ത മേഖലകളിലെയും വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ഭാരതം. എല്ലാ ശനിയാഴ്ചയും രാത്രി 9:30, പുനഃസംപ്രേഷണം ഞായർ രാവിലെ 10:30. മറക്കാതെ കാണുക അമൃത ഭാരതം. കൂട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് തിരിച്ചു വരാം. ഗായത്രി, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, കൂട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. പെരിന്തൽമണ്ണയിൽ നിന്നും കനകലത അല്ലേ? അതെ. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ. എന്തോ? സുഖം കുട്ടിയെ, നല്ല വിശേഷം. ഓക്കെ, ഗായത്രിയോട് സംസാരിക്കാട്ടാ. ഇപ്പൊ കൊറേ ആയിട്ട് കിട്ടാറില്ല വിളിക്കുമ്പോ. എന്തോ? കൊറേ ദിവസമായിട്ട് കിട്ടാറില്ല എനിക്ക് പറയാ. ആണോ? എന്നാലും ട്രൈ ചെയ്യണം കേട്ടാ. ട്രൈ ചെയ്യലുണ്ട്. ഓക്കെ, ഗായത്രിയോട് ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിക്കാം. ഹലോ. ഹലോ, സുഖാണോ ചേച്ചി? സുഖായിരിക്കും മോളെ. കൊറേ കഴിയുമ്പോ കിട്ടാറില്ല പറയാ. ഏത് പാട്ടാ ചേച്ചി വേണ്ടേ? എനിക്ക് അനുപമേ പള്ളിക്കുടങ്ങളിലമൃതമായിരിക്കും അജടാശില്പമേ
പാട്ട് സംശയമുണ്ട് അല്ലേ? സംശയമുണ്ട്. മറ്റൊരു പാട്ട് സജസ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു പാട്ട് പാടി തരട്ടെ? ഇഷ്ടമുള്ള പാട്ട് പാടി തന്നാ മതി. ഓക്കെ ചേച്ചി, അപ്പൊ ഇനിയും തുടർന്നും വിളിക്കണം കേട്ടോ. താങ്ക് യു. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് ഏതാണ്? ഇന്നെൻ്റെ കരളിലെ പഴയൊരു പാട്ട്. ഓക്കെ, പി ലീലമ്മ പാടിയ പാട്ടാണ്. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു. ഗായത്രി, ഒരു കോൾ ഉണ്ട്. നമസ്കാരം, കൂട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ്? പത്തനംതിട്ടയിൽ നിന്നാണ് കോള്. എബിൻ അല്ലേ പേര്? ഓക്കെ, സംസാരിക്കാം. ഹലോ, നമസ്കാരം. നല്ല പാട്ടായിരുന്നു, നല്ല പാട്ട്. താങ്ക് യു ചേട്ടാ. പത്തനംതിട്ട എവിടെയാണ്? പത്തനംതിട്ട അടൂർ എന്ന് പറയും. അടൂർ, ഓക്കെ, അറിയാം. ഓക്കെ, എബിൻ ഏത് പാട്ടാണ് വേണ്ടത്? പുലിവാൽ കല്യാണത്തിലെ ആര് പറഞ്ഞു സോങ് പാടാമോ? ആര് പറഞ്ഞു? ആ സോങ് അറിയാം. അറിയാം. ഓക്കെ ഓക്കെ, വിളിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ എബിൻ. താങ്ക് യു. പാടാം. ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടത് രാക്കനവാണിന്നാരു പറഞ്ഞു. ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലിന്നാരു പറഞ്ഞു. കളി ചൊല്ലും കുയിലാണോ, കുഴലോതും കാറ്റാണോ, ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ? ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടത് രാക്കനവാണിന്നാരു പറഞ്ഞു. കോളേജിൽ എനിക്കൊന്ന് മറ്റു കോളേജിൽ ഫെസ്റ്റിനൊക്കെ പോകാറുണ്ടോ? അവിടെയൊക്കെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ എനിക്കൊന്ന് ഈ തമിഴ് ഹിന്ദി ഒക്കെ പാടാറുണ്ട് അല്ലേ? ഇപ്പൊ ഒരു അടുത്തൊരു ഹിന്ദി സോങ് ആയല്ലോ. ഹിന്ദി സോങ് പാടാം. ഏത് പാട്ടാണ്? മോഹ മോഹ കെ ധാഗെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പാടാം. സി ഷാർപ്പ്. मोह मोह के धागे, मोह मोह के धागे, ये मोह मोह के धागे तेरी उंगलियों से जा उलझे, कोई टोह टोह ना लागे, किस तरह गिर ये सुलझे। है रोम रोम एक तारा, है रोम रोम एक तारा, जो बादलों में से गुजरे। ये मोह मोह के धागे तेरी उंगलियों से जा उलझे, कोई टोह टोह ना लागे, किस तरह गिर ये सुलझे। तू होगा सारा पागल, तूने मुझको है चुना, तू होगा सारा पागल, तूने मुझको है चुना। कैसे तूने अनकहा, तूने अनकहा सब सुना, तू होगा सारा पागल, तूने मुझको है चुना।
അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, എനിക്കൊരു അനിയനുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ വീട്ടിൽ റിലേറ്റീവ്സ് എല്ലാം ഒരുമിച്ചാണ്. അപ്പച്ചി കൂട്ടുകുടുംബമാണ്. യെസ്, അപ്പച്ചി അമ്മ അച്ഛൻ ട്വിൻസ് ആണ്. ഓക്കെ. അവരുടെ ഫാമിലി. അപ്പോൾ ഒരു പാട്ടുകുടുംബമാണോ? എല്ലാവരും പാട്ടൊക്കെ എല്ലാവരും പാടും. ക്ലാസിക്കൽ ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും പാടും. ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ് അല്ലേ? ഹോസ്റ്റലിൽ ഹോം സിക്നെസ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാവാം അടുത്തത്. ഏത് സോങ്ങാണ്? നെക്സ്റ്റ് വാസന്ത പഞ്ചമി നാളെ. വാസന്ത പഞ്ചമി. ഓക്കെ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടോ, വരുമെന്നൊരു കിനാവു കണ്ടോ, കിളിവാതിലിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നടഞ്ഞു, വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടോ, വരുമെന്നൊരു കിനാവു കണ്ടോ, കിളിവാതിലിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. ഫോക്ക് സോങ്സ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ സിത്താര ചേച്ചിയാണ് അല്ലേ ഫേവറേറ്റ് സിംഗർ. അപ്പോൾ ചേച്ചിയുടെ പാട്ടുകളൊക്കെ പഠിക്കാറുണ്ടോ? വരുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. എൻ്റെ വോയിസ് ചേച്ചിയുടെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ചേച്ചിയുടെ പാട്ടുകൾ. അപ്പം അങ്ങനെ ഫോളോ ചെയ്തിപ്പം സ്റ്റേജിലൊക്കെ പാടാറുണ്ട് അല്ലേ? ആ. ഓക്കെ. നമുക്കൊരു കോൾ ഉണ്ട്. ആരാണ് നോക്കാം. നമസ്കാരം, കൂട്ടുന്നൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, ഇതാരാണ്? വിജയകുമാരൻ നായർ പാഠശാല. ഒന്നുകൂടെ പറയാമോ? വിജയകുമാരൻ നായർ പാഠശാല. ഓക്കെ. ഓക്കെ ചേട്ടാ, ഗായത്രി ഉണ്ട്, സംസാരിക്കാട്ടാ. ഹലോ. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചപ്പോ കിട്ടി. ആണോ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായി. ഓക്കെ. അതെ, ഇന്നലെ വിളിച്ചിരുന്നു, കിട്ടി. പക്ഷെ ഭാര്യ കൊച്ചിന് തൊണ്ടയ്ക്ക് കുറച്ച് പ്രായമുണ്ട്, ശരിയായിട്ട് എഴുതില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നെയ്യാറ്റിൻകര വാഴും കണ്ണാന്നുള്ള ഒരു പാട്ട് വേണം. പത്തരാം. ആ പാട്ട് അറിയാമോ? കൃഷ്ണന്റെ മറ്റൊരു പാട്ട് പാടി തന്നാ മതിയോ? ശരി, അതായിരുന്നു. ഓക്കെ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് പാടി തരാം കേട്ടോ. താങ്ക് യു. പാടാം. കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഏത് സോങ് ആണ്? തിരുവാറന്മുള കൃഷ്ണ. പാടാം. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നെൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, എന്നെല്ലാം മറക്കുന്നു ഞാൻ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നെൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, എന്നെല്ലാം മറക്കുന്നു ഞാൻ. ഓക്കെ ഗായത്രി, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. കൂട്ടുകാരൊരു പാട്ടിൽ ചെറിയൊരു ബ്രേക്ക്. സമകാലികം ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ വാർത്താധിഷ്ഠിത പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. പുനഃസംപ്രേഷണം രാത്രി 12-നും അടുത്ത ദിവസം രാവിലെ 9-നും. തത്സമയം യൂട്യൂബിലും കാണാം. സമകാലികം.
കൂട്ടിനൊരു പാട്ടിലേക്ക് തിരിച്ചു വരാം. ഗായത്രി, നമുക്ക് ഒരുമിച്ച് ഒരു സോങ് പാടാം അല്ലേ? ആടിവാ കാറ്റേ, ആ പാട്ട് നിങ്ങൾക്കായി നമ്മൾ പാടാം. ഓക്കെ, സ്റ്റാർട്ട്. ചെല്ലക്കുറിഞ്ഞി പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടു, ചെല്ലക്കുറിഞ്ഞി പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ നീടം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ, നീ വരൂ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ ഉള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തോകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തോകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലലലാ. താങ്ക് യു കേട്ടോ. താങ്ക് യു. ഓക്കെ, നേരത്തെ ഫോക്ക് സോങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സിത്താര ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ഫോക്ക് സോങ് ആയല്ലോ അടുത്തത്. ഏതാണ്? പൂമാത എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മൂവിയിലെ സോങ് ആണോ? ഒരു മൂവിയിലെ സോങ്ങാണ്, ഉടലാഴം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ. ഓക്കെ, നമുക്ക് ആ പാട്ട് പാടാം. അതിന് മുന്നേ ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, കുട്ടീനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് ദിവ്യ ആണ്. വിദ്യ. ദിവ്യ ദിവ്യ. വിദ്യ മസ്കറ്റിൽ നിന്നുമാണ് അല്ലേ? അതെ അതെ. ഓക്കെ വിദ്യ, ഗായത്രി ഉണ്ട്, സംസാരിക്കാട്ടോ. ദിവ്യ വിദ്യയല്ല, ദിവ്യ ദിവ്യ. ആ, മനസ്സിലായി, വിദ്യ. ഓക്കെ, ഹലോ. ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം. ആ ഗായത്രി നല്ല പാട്ടാണ്, നല്ലപോലെ പാടുന്നുണ്ട്. താങ്ക് യു. എനിക്ക് വേണ്ടത് മലരേ മൗനമായി എന്നുള്ള സോങ്. മലരേ മൗനമ, അത് ആ പാട്ട് പാടാലോ അല്ലേ? പാടാം. ഓക്കെ ചേച്ചി, അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഡി ഷാർപ്പ്. മലരേ മൗനമാ മൗനമേ വേദമാ, മലர்கள் பேசுமா பேசினாலோயுமா அன்பே மலரே மௌனமா மௌனமே வேதமா. റജി വിളിച്ചിട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആ ഫോക്ക് സോങ്ങിലേക്ക് പോയാലോ? ചെക്കലടിക്കും മുമ്പേ ദെയ്യം താരോ, ചെമ്പട്ടു വീശും മുമ്പേ ദെയ്യം താരോ, തക താര താര. ചെമ്പാവ് പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പഠിക്കച്ചെന്നേ ദെയ്യം താര, തക താര തക ധിമി താര തക ധിമി താര തക ധിമി തോ, തക താര തക ധിമി താര തക ധിമി താര തക ധിമി തോ. ചെക്കലടിക്കും മുമ്പേ ദെയ്യം താരോ, ചെമ്പട്ടു വീശും മുമ്പേ ദെയ്യം താര, തക താര താര. ചെമ്പാവ് പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പഠിക്കച്ചെന്നേ ദെയ്യം താര, തക
താര തക ധിമി താര തക ധിമി താര തക ധിമിതോ തക താര തക ധിമി താര തക ധിമി താര തക ധിമിതോ. ആ ഫോക്ക് സോങ്സിനോടുള്ള ഒരു ഇഷ്ടം കാണുന്നുണ്ട്. എനിക്കൊന്ന് നല്ല സൂട്ട് ആവുന്നുണ്ട് വോയിസിന് കേട്ടോ. പക്ഷെ കംഫർട്ടബിൾ ആവും. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സിൽ എന്തെങ്കിലും ട്രെയിൻഡ് ആണോ? ഇക്താർ ഞാൻ ഫോക്ക് ഇൻസ്ട്രുമെന്റ് ആണ്. ഇക്താർ. ഓക്കെ, എനിക്കൊന്ന് ഒരു സ്ട്രിംഗ് അല്ലേ? ഓക്കെ, അതെങ്ങനെയാണ് ഒരു ഇഷ്ടം ഉണ്ടായേ? ഫോക്ക് സോങ്സിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എങ്ങനെയാ പഠിച്ചെടുത്തേ? സ്വന്തമായിട്ട്. ഓ, സെൽഫ് ട്രെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് പാടുമ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് പാടും അല്ലേ? ഓ, അത് കലക്കി. ശരി, അടുത്തത് ഏത് സോങ് ആണ്? അടുത്തത് പൂമാത എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് സിത്താര ചേച്ചി പാടിയ സോങ് എന്ന് പറഞ്ഞത്. ഓക്കെ, കോടമഴക്കാറിൽ കണ്ണൊന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, മാടത്തിൽ ചേതിയിൽ ചെന്നങ്ങിരിക്കണപ്പം മനത്തെ അമ്പിളി നാണിച്ചോളിച്ച് നിൽക്കും നീ. പാടുപൂമാതേ പാടുപൂമാതേ പാടുപൂമാതേ, പൂമാതേ പൊന്നമ്മ പാട്ടിട്ടാല് പൂമാതേ പൊന്നമ്മ പാട്ടിട്ടാല്, കരയുന്ന കുഞ്ഞു മണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞു മണിഞ്ഞുറങ്ങും, പൊത്തിലെ പാമ്പ് തലമടക്കും പൊത്തിലെ പാമ്പ് തലമടക്കും, പൂമാതേ പൊന്നമ്മ തൻ്റെ ദേവ്യേ പൊന്നല് പൊന്നമ്മ തൻ്റെ ദേവ്യേ. കൊടമഴക്കാറിൽ കണ്ണൊന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, മാടത്തിൽ ചെന്നങ്ങിരിക്കണപ്പം മനത്തെ അമ്പിളി നാണിച്ചോളിച്ച് നിൽക്കും നീ. പാടുപൂമാതേ പാടുപൂമാതേ പാടുപൂമാതേ. അധികം പാടിയിട്ടില്ലാത്ത പാട്ടാട്ടോ ഇവിടെ. രസമായിട്ട് തന്നെ പാടി. ആ ഫോക്ക് സ്റ്റൈൽ അത് കലക്കി. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇന്നത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളത് എന്താണ്? എനിക്ക് കുറച്ച് കവർ സോങ്സ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇപ്പോൾ PG ചെയ്യാണ്. PG കഴിഞ്ഞിട്ട് ബാക്കി PhD പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തെങ്കിലും കമ്പോസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണ്? കമ്പോസിങ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി വരുന്നേ ഉള്ളൂ അതൊക്കെ. ശരി, ഓക്കെ. അടുത്ത നമുക്കൊരു ഒരു തമിഴ് സോങ് ആയല്ലോ അടുത്തത്. ഓക്കെ, ചിന്ന ചിന്ന ആസൈ. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து விட்ட ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து விட்ட ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்கள் எல்லாம் தொட்டுவிட ஆசை, சோகங்கள் எல்லாம் விட்டுவிட ஆசை, கார்குழலின் உலகை கட்டிவிட ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து விட்ட ആസൈ. ഗായത്രി, ഒരു കോൾ ഉണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം, കൂട്ടിൻ്റെ ഒരു പാട്ടിലേക്ക് സ്വാഗതം. ജയൻ അല്ലേ, കുറ്റിപ്പുറത്ത് നിന്നും? അതെ, കുറ്റിപ്പുറം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം തന്നെ. സുഖമായിരിക്കണോ? ഓക്കെ, ഗായത്രിയോട് സംസാരിക്കാട്ടാ. ഹലോ, കുട്ടി നല്ല പാട്ടുകാരിക്കാട്ടാ. എന്തോ? നല്ലതായിട്ട് പാടണം. നല്ല പാട്ടുകാരിക്കാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിക്കാം. എന്റെ പേരിൽ തുടങ്ങുന്ന പാട്ടുണ്ട്. ജയകുമാർ രചിച്ച ഒരു പാട്ടായിക്കോട്ടെ. ചന്ദനലേപ സുഗന്ധം. ചന്ദനലേപ സുഗന്ധം നീ. രണ്ടുപേരും പാടാം ചേട്ടാ. ഓക്കെ, അപ്പോൾ ചേട്ടന് വേണ്ടി എന്തായാലും ആ പാട്ട് പാടിത്തരാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. പെട്ടെന്ന് ട്രൈ ചെയ്യാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. എന്തായാലും ചേട്ടൻ ഹാപ്പി ആയിട്ടുണ്ടാവും. ഓക്കെ, കർണാട്ടിക് മ്യൂസിക്കിലാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ കേൾക്കാറുണ്ടോ കർണാട്ടിക് മ്യൂസിക്? ഉണ്ട്. അതിലാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മ്യൂസിഷ്യൻ? ബോംബെ ജയശ്രീനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മെയിൽ ആരാ കൂടുതൽ? ബാലമുരളി കൃഷ്ണന്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു അടുത്തത് ഏത് സോങ് ആണ് പാടുന്നത്? നമ്മുടെ കോളേജിന് ഇന്ന് വിളിച്ച എല്ലാ കോളേജിനും വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. മനസ്സിൻ മടിയിലെ മാന്തളിര്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. കനവാൽ മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരു താരകം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. കനവാൽ മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു ഗായത്രി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോവാം. ഏത് സോങ്ങാണ് പാടുന്നത്? കണ്ണാടി കൂടും കൂട്ടി. ഓക്കെ, പാടാം. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായു. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും
പുല്ലാങ്കുഴലി പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിൻ്റെ പല്ലവി എൻ്റെ കാതിലോതുമോ മെല്ലെ ഈ ചില്ലുനിലാവിൻ മുല്ലെ നീ മുത്തു പൊഴിക്കും കിന്നാര കാറ്റുകതിർപ്പൂ നുള്ളി നോക്കിയോ ആരും കാണാതിനുള്ളിൽ മോഹം പൂക്കും ഈണത്തിൽ ഓടിപ്പാടി പങ്കിളി കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പങ്കിളി വായോ. ഓക്കെ ഗായത്രി, അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you. റെജിയും താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ DD മലയാളത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് പേജസ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. കൂട്ടിനൊരു പാട്ടിൻ്റെ മുന്നത്തെ എപ്പിസോഡ്സ് എല്ലാം DD മലയാളം യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.